ഫുൾ ടൈം അതെ അതെ കാലം. ഇത് പരിഭാഷപ്പെടുത്തുന്ന ദൗത്യം നമ്മുടെ കയ്യിലുണ്ട്, ഉത്തരവാദിത്വം. ഇത് പരിഭാഷപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മൾ കാലത്തിൽ പെട്ടുപോകും. കാലം നമുക്ക് ഭയങ്കര വലിയ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം തുറക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് വിവേകം വേണം. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ മാത്രം പോരാ, അതിനകത്ത് വിവേകം വേണം. ഇത് കാലത്തിൻ്റെതാണ്, ഇത് ജീവനില്ല, ഇതിന് നൈമിഷികമായിട്ടുള്ള ആയുസ്സേ ഉള്ളൂ, അത് അസ്തമിച്ചു പോകും. അതിനെ പരിഭാഷപ്പെടുത്തി അതിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റേണ്ട നമ്മുടെ ഉത്തരവാദിത്തം. അത് നമ്മുടെ സത്യസന്ധത. അത് നമ്മുടെ സത്യസന്ധത. ആ സത്യസന്ധതയിലൂടെ മാത്രമാണ് നിരന്തരം നമുക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ, പ്രായോഗികമായിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ഭാഗം. പ്രായോഗികമായിട്ട്, അതായത് ഈ കാലത്തിൽ നമ്മൾ ഏറ്റവും ഉയർന്ന തലത്തിൽ നമ്മളെ കൊണ്ടുപോകണം. റിച്ച് ലെവലിൽ കൊണ്ടുപോകും ഉത്തരവാദിത്തമാണ് ഒരു വ്യക്തിയുടെ. പക്ഷെ നമ്മുടെ ആക്ച്വലി ഉത്തരവാദിത്തം നമ്മുടെ സെൻസാണത്. സെൻസാണ്. അപ്പൊ നമ്മൾ പരിഭാഷപ്പെടുത്തുക എന്ന് പറയുന്നത് കാലത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നതിനെ വിവേകത്തോടുകൂടി വിവേചിച്ച് അതിനെ ഈ പറയുന്ന നിത്യതയുടെ ബന്ധത്തിൽ, മറ്റേത് നിത്യതയില്ല, കാലത്തിന്റെ അത് റീസൈക്കിളിലോട്ട് പോകണം, ജീവനില്ല, അതെ കഴിഞ്ഞു പോയ സംഭവമാണ്. മനസ്സിലായി? അത് വിട്ടുകൊടുക്കുകയും ഇതിൽ നിലനിൽക്കുകയും വേണം. അപ്പൊ പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം. അത് നിരന്തരം ഉള്ള അധ്വാനമാണ്. ആ അധ്വാനത്തിൽ ക്ഷീണം വരാനും പാടില്ല, ക്ഷയിക്കാൻ പാടില്ല. കാരണം എപ്പോഴും കാലാതീതമായിട്ടുള്ള ഊർജത്തിന്റെ സവിശേഷത നമ്മൾ ഉയർത്തി നിർത്തണം. മറ്റേത് കൂടുമ്പോഴാണ് നമുക്ക് ക്ഷീണം കൂടുന്നത്. ക്ഷീണം കൂടുന്നുണ്ടെങ്കിൽ രോഗം വരും. എഴുതാൻ കാരണം എന്താണ്? അടുത്ത് നിൽക്കുന്ന ആളുമായിട്ട് ബന്ധമില്ലാഞ്ഞുകൊണ്ടാണ് എഴുതിയത്. അടുത്ത് നിൽക്കുന്ന ഒരാളായിട്ട് ബന്ധമുണ്ടെങ്കിൽ എഴുതുക. നിങ്ങളെ തൊട്ടാൽ അറിയുന്ന ഭാഗം ഞാൻ വിശദീകരിച്ച് എഴുതി വെച്ചാൽ എങ്ങനെ ഇരിക്കും? നടക്കുമോ? നിങ്ങൾ തൊട്ടാൽ അതെ എഴുതേണ്ട കാര്യം എന്താ? ഒരു കാര്യമില്ല. ഞാൻ നിങ്ങളെ തൊട്ടാലുണ്ടാകുന്ന അനുഭവം നമ്മൾ രണ്ടുപേരും എഴുതി വെക്കുക. ആ എഴുത്തിൽ ആ സ്പർശനത്തിന്റെ അനുഭവത്തിന്റെ ഒരു നിഴൽ പോലും ഘടിപ്പിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. നിഴൽ മാത്രം ഉണ്ടാവും, സ്പർശനം ഉണ്ടാവും. അതെ, ആ നിഴലാണ് മനുഷ്യന്റെ ഇന്നത്തെ ശാപം. എക്സാക്ട്ലി. പോരായ്മല്ലേ? പോലെ ഓടുകയല്ല, അവരെ വലിച്ചോണ്ട് പോയി. അവരോടുന്നല്ല, മനസ്സിലായ? ശാപം വലിച്ചോണ്ട് പോവുക. പോകാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവന് ഉത്തരവാദിത്തപ്പെട്ട ഭാഗത്ത് ജോലി ചെയ്യുന്നില്ല. ഇവന് ഉത്തരവാദിത്തമില്ലേ? അവനവന്റെ തന്നെ ആ സത്തുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കാനുള്ളത് അവന്റെ ഉത്തരവാദിത്തം. അതിന് നിൽക്കാത്തപ്പ അവന് വലിച്ചുകൊണ്ട് പോകും. ഇവിടെ മോബ് വയലൻസ് ഒക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താ? ഉത്തരവാദിത്തം ഇല്ലാത്ത ആൾക്കാരുടെ കൂട്ടായ്മ ഉണ്ടാവുള്ളൂ. അപ്പൊ അവരെ സഹായിക്കാൻ, ദുഃഖവും ദുരന്തവും ഉള്ളവൻ സഹായിക്കാൻ വരും. സഹായിക്കാൻ പറ്റുന്ന ദുഃഖവും ദുരന്തവും ഉള്ളവനാ. അപ്പൊ സഹായിച്ചാൽ എങ്ങനെ ഇരിക്കും? സമൂഹത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണം? നമ്മളൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യണം. കാരണം ഇവിടെ എല്ലാം നിറച്ചാണ്. സ്വർഗത്തിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണം? പക്ഷേ നമ്മൾ സ്വർഗത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അവിടെ എല്ലാം ഉള്ളതിനല്ലേ സ്വർഗം എന്ന് പറയുന്നത്. സർവ്വതും ലഭ്യമായുള്ളതാണ് സ്വർഗം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അതെവിടെ? അത് സൃഷ്ടിയിലാണ്. സൃഷ്ടി എവിടെ നടക്കുന്നത്? നമ്മളിൽ നടക്കുന്നത്. സൃഷ്ടി നടക്കുന്നത് ആരുണ്ട്? സൃഷ്ടാവുണ്ട്. എവിടെ സൃഷ്ടി നടക്കുന്നു? നമ്മൾ ജീവിക്കുന്ന എവിടെയാണ്? ജീവിക്കുന്ന അവിടെ സൃഷ്ടിയുണ്ട്, സൃഷ്ടാവുണ്ട്. സൃഷ്ടിക്കപ്പെടുന്നത് അല്ലേ? സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം എന്താണ്? സൃഷ്ടാവും. രണ്ടും അന്യമല്ല, ഒന്ന്. പക്കാ സിമ്പിളാണ്. എത്രത്തോളം ലളിതമാകുന്നു അത്രത്തോളം ശക്തമാകുന്നു. കാരണം നിത്യമാണ്, നശിപ്പിക്കാൻ പറ്റില്ല. കാരണം എവിടെയാണ്? എന്തിനു നശിപ്പിക്കും? എങ്ങനെ? എന്തിനു നശിപ്പിക്കും? ഒന്നിനെ നശിപ്പിക്കാൻ പറ്റുമോ? ശ്രദ്ധിച്ചു നോക്കിക്കോ. നമ്മളെ മാത്രമേ നമുക്ക് നശിപ്പിക്കാൻ പറ്റൂ.